ഇന്നേ 3:30 നീച്ചതാട്ടോ. എന്തിനാണെന്നറിയോ, ഒന്ന് നമ്മുടെ അച്ഛൻ്റെ ഷാർത്താണ്. അപ്പോൾ എന്താ ബലിയിടാൻ പോയി തിരുവില്ലാമല. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ പോയി. പിന്നെ അവിടുത്തെ തന്നെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയി. എല്ലാ പ്രാവശ്യം ഇപ്പോൾ 2-3-4 പ്രാവശ്യമായിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ അച്ഛനില്ലാതായിട്ട് 4 വർഷമായി. 3 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരു വർഷം അച്ഛൻ്റെ അനിയൻ മരണപ്പെട്ടിട്ട് എന്താ ചെയ്യാൻ പറ്റിയില്ല. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ ബലിയിടുന്നത്. 3 ബലിയിട്ടതും തിരുവില്ലാമല തന്നെ. 3 ബലിയിട്ടതും തിരുവില്ലാമല തന്നെ. അയ്യോ, നമ്മളില്ലേ ഇങ്ങനെ ഇല്ലാണ്ട് നമുക്ക് തൊഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അമ്പലത്തേക്ക്, ആ അമ്പലത്തേക്ക് പോകാച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ അമ്പലം ശ്രീരാമസ്വാമിയുടെ അമ്പലമൊക്കെ കാണാൻ എന്തോ ഭംഗിയാ വെച്ചിട്ട് അവിടെ വലിയൊരു കുളമൊക്കെ ഇട്ട് അല്ലേ. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറ്റുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇന്നലെ രാത്രി ഭയങ്കര മഴ കേട്ടോ. വെള്ളമില്ലാന്ന്, അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളമില്ല. ഭാരതപ്പുഴയൊക്കെ ഇങ്ങനെ വെള്ളമില്ലാണ്ട് കാണുന്നത് ആദ്യമായിട്ടാട്ടോ ഞാൻ. ആ അത് മാത്രമേ, ഞങ്ങൾ ഇവിടുന്ന് 4:30 പോയി. ഏട്ടൻ 4 മണിക്ക് 4:15 ഏട്ടൻ 4 മണിയാകുമ്പോൾ പോവാ പറഞ്ഞു കേട്ടോ. പക്ഷെ 4 മണിക്ക് പോയിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ അവരെന്തായാലും ചീമ്പയ്ക്ക് 5 മണിയാവും അവർ തുടക്കം ഇടുമ്പോഴേക്കും അല്ലേ. 4 മണിയാകുമ്പോഴേക്കും അവിടെ തുടങ്ങിയിരിക്കണം. ഒരാളുടെ കഴിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ആളാ. അപ്പൊ നമ്മളങ്ങനെ നമ്മൾ കാമണിക്കൂർ നേരത്തെ പോയാൽ നമ്മൾ ആദ്യത്തെ ആൾ നമ്മളാവും. നമുക്കെന്താണെന്നറിയോ, വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ഓരോ ഭാഗത്തേക്ക് ഓരോ ചടങ്ങുകൾ ഓരോ രീതിക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ എല്ലായിടത്തും നമ്മളിവിടെ ഇന്നലെ എല്ലാ മക്കളൊക്കെ പാടെ ഒന്നിച്ചിരുന്ന് ഒരിക്കലുണ്ട് എന്ന് ക്രിയ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാതും അച്ഛൻ എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കൂട്ടോ. വെച്ച് കൊടുക്കുക എന്നാണ് പറയുക. അങ്ങനെ ചെയ്യും. ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ക്രിയ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ വെച്ച് കൊടുക്കണ പരിപാടികളില്ല. എന്താ ചിലർ ചെയ്യില്ല, പക്ഷെ ചില ആൾക്കാർ ചെയ്യും കേട്ടോ. വെച്ച് കൊടുക്കുക, എന്നിട്ട് എല്ലാവരും മക്കളും പേരക്കുട്ടികളും അരിയും പൂടുക ഇതൊക്കെ. പക്ഷെ സത്യം പറയാണ് വന്നു വെച്ചാൽ ചില കാരണങ്ങൾ കാരണം എന്താ സത്യം പറയുന്നല്ല, ചില കാരണങ്ങൾ കാരണം എൻ്റെ വീട്ടിലില്ലേ എൻ്റെ അച്ഛനെ വെച്ചു കൊടുക്കാനേ നടക്കില്ല. സത്യം പറയാ അതന്നെ പറഞ്ഞത്. ഒരാൾക്ക് പറ്റുവെച്ചാൽ മറ്റാൾക്ക് പറ്റില്ല. മറ്റാൾക്ക് എൻ്റെ അച്ഛന് കേട്ടോ, ഏട്ടൻ്റെ അച്ഛൻ്റെ കാര്യമല്ല പറയുന്നത്. എൻ്റെ അച്ഛന് പറ്റാറേ ഇല്ല. നമ്മൾ ഇങ്ങനെ ഓരോ സാഹചര്യം എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഏട്ടത്തിയമ്മമാർക്ക് പറ്റില്ല. ഇവിടെ വന്നു വെച്ചാൽ പിന്നെ എന്തോ ഈ അങ്ങനെ ദൈവത്തിൻ്റെ വൃത്തം കൊണ്ട് അങ്ങനെ ആവാറില്ല കേട്ടാ. അപ്പോൾ ഇനി എൻ്റെ അച്ഛൻ്റെ ത്രാമാസിലാട്ടോ വരിക. ത്രാമാസിൽ ചിലർ ഈ കർക്കിടക ബാബ് ബലി വരില്ലേ, ഈ സത്യം പറയാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇല്ലച്ചാന്നും പറഞ്ഞ് എൻ്റെ വായിൽ വരും. ഇല്ലച്ചാന്നും പറഞ്ഞു, അതേപോലെ സത്യം പറയാച്ചാന്നും പറയും കേട്ടോ. സത്യം പറയുന്ന കാര്യം വേറെയാണ്. അതാണ് സത്യം പറയലും പറയുന്ന കാര്യം തമ്മിൽ ബന്ധമില്ല. സത്യം പറയുക ചോദിച്ചു പിന്നെ എനിക്ക് അങ്ങനെ ചില സമയത്ത് വരും കേട്ടോ. അതേപോലെ എൻ്റെ വലിയേട്ടനാണ് അതില്ലേ അതില്ലേ. അപ്പം ഞാൻ 3-4 പ്രാവശ്യം ഏട്ടങ്ങനെ പറയുമ്പോൾ എന്ത് ഈ ഏട്ടിങ്ങനെ പറയണെന്ന് വിചാരിക്കും. അതുപോലെ ഞാനും പറയുന്നത് സത്യം പറഞ്ഞില്ലേ പറഞ്ഞ ഞാൻ ഇടയിൽ കയറിയത് അതാ. സത്യം പറയേണ്ട പിന്നെ പറഞ്ഞ കാര്യം സത്യമോ അല്ലെങ്കിൽ സത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു കാര്യം പറയണത്. അതിലിപ്പോ ഇടയിൽ സത്യത്തിന്റെ ആവശ്യമില്ല. ഇല്ലേ ഏട്ടൻ എന്നിട്ട് പറയും ഏട്ടൻ പറയുമ്പോൾ അങ്ങനെ പറയും. എന്നിട്ട് അമ്മ പറയും ഒരു അനിയത്തിക്ക് സത്യം പറയും, സത്യമായിട്ടൊന്നും പറയും. ഒരാൾ പറയും ഇല്ല അതില്ലേന്നും പറയും. രണ്ടും കണക്കാണ് പറയും. വായത്തിൻ്റെ രാവിലെ മഴയില്ലാത്ത എത്ര നന്നായി. മഴയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മഴ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സുഖം ഉണ്ടാവില്ല. എന്താ വലിയിട്ട് കുളിക്കുന്ന സമയത്തൊക്കെ മഴ നനഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ മഴയായിരുന്നു കേട്ടോ അല്ലേ. ചെറുതായിട്ട് പോയ സമയത്ത് മഴയായിരുന്നേ. അതൊരു മഴ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി. ഇനിയിപ്പോൾ ഇവിടെ അമ്മൂട്ടി ഉണ്ട് കേട്ടോ. ബാക്കി മക്കളൊക്കെ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ ടി വി കാണാനൊന്നും അമ്മൊന്നും ടി വി കാണാൻ വരില്ല. ഒക്കെ പഠിക്കാൻ ഇങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും അച്ചുട്ടിയും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വരുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവുന്നു. പക്ഷെ അവർ പോയിട്ടുണ്ടായിരുന്നില്ല, അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വേഗം വന്നു. അതന്നെ പറഞ്ഞു, നമ്മൾ ആ പോയ സമയം കറക്റ്റ് സമയമാണ്. നമ്മൾ നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തരെ കഴിയുമ്പോഴേക്ക് ഉണ്ട്. അതുമല്ല ഇന്നിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ പരിപാടി കഴിഞ്ഞില്ലേ. 5 മിനിറ്റ് കൊണ്ട് പരിപാടി പേജി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അവിടെ ചെയ്തു എന്നല്ലാണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ.
ഞാൻ മറ്റത് ചിലപ്പോൾ അരമണിക്കൂർ വരെയൊക്കെ കാമണിക്കൂർ വരെയൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ഇവിടെ എന്താ ചില ആൾക്കാർ പറയും ഭർത്താവിൻ്റെ അച്ഛൻ അവർക്ക് നമ്മുടെ അച്ഛനമ്മ ഉണ്ടെങ്കിൽ ക്രിയ ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എന്താ നമ്മുടെ ഇവിടെ മരുമക്കളും ക്രിയ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ് നമുക്ക് അവർക്ക് ചെയ്ത് പൂവും വെള്ളം കൊടുക്കുക എന്നുള്ളത് വിശ്വാസമാണ്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അനിയേട്ടൻ ഒരു മകൻ്റെ എല്ലാ കാര്യങ്ങളും, മരുമകനായിട്ടല്ല മകൻ്റെ എല്ലാ കാര്യങ്ങളും അനിയേട്ടൻ ചെയ്തിരുന്നു കേട്ടോ. ചിലവർ അച്ഛനമ്മയുള്ള സമയത്ത് മരുമക്കള് മകന്റെ സ്ഥാനത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എൻ്റെ ഏട്ടന്മാര് ചെയ്യണ പോലെ മൂത്ത ഏട്ടനാണ് ഇതുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്ഥാനത്തിൽ അനിയേട്ടൻ ചെയ്തിട്ടുണ്ട്. 15 ദിവസം എന്താ ഇറച്ചി മീനൊന്നും കഴിക്കാണ്ട് അച്ഛന് ബലിയിടുന്ന പോലെ അനിയേട്ടൻ പോയി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർ പറയും മരുമക്കൾക്ക് എന്താ ക്രിയയില്ല അച്ഛനമ്മയുള്ള സമയത്ത്. നമ്മുടെ മനസ്സിൻ്റെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു നല്ലൊരു ഭർത്താവിനെ കിട്ടുക, നല്ലൊരു കുടുംബം കിട്ടുക. അപ്പോൾ എന്താ അവരുടെ അച്ഛനമ്മയും നമ്മുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയും അനിയേട്ടൻ്റെ അച്ഛനമ്മയും അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളത് ചില കൂട്ടുകാർ പറയും അച്ഛനും അമ്മയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇതുവരെ രണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇത് നമുക്ക് പറ്റുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനിയത്തിയാണ് പറഞ്ഞു വെച്ചാലും അവൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പക്ഷേ എന്താ വെച്ചാൽ 2 വർഷം കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് ചെറിയ കുട്ടിയോ ആയതും കൊണ്ട് ഗർഭിണി ആയിരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യമാണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണല്ലോ, അല്ലെങ്കിൽ അവളും വന്നേനെ. അല്ല ചില ആൾക്കാർ ഇനിയിപ്പോൾ മരുമക്കൾക്ക് ഇല്ല എന്ന് പറയും കേട്ടോ. ചില ആൾക്കാർ നമ്മുടെ ഇവിടെയും പറയാറുണ്ട് മൂത്ത മരുമകൾക്ക് ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നതിൽ അത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ അത് ശരിയാണ്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇനി നല്ല സമയത്ത് നമ്മൾ നോക്കി ഇനിയുള്ള സമയത്ത് ഒരു പൂവെള്ളം കൊടുക്കില്ലേ, അതിപ്പോൾ എന്തത്ര ബുദ്ധിമുട്ടുകളേ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അതല്ലേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മളിവിടെ ഇപ്പോൾ വന്നിട്ടാണ് കേട്ടോ. ഇപ്പോഴല്ല വന്നത്, സമയം 9 മണി 8:30 കഴിയുമ്പോൾ വന്നു. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞു. ഇപ്പം എൻ്റെ പണി ഇവിടെ അടിക്കലും തുടയ്ക്കലും മിറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൈകുന്നേരത്ത് നമ്മൾ വൈകുന്നേരത്താണ് നല്ല കാര്യമായിട്ടുള്ള പരിപാടിയുള്ളൂ. ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മത്തൻ്റെ ഇലല്ലേ, മത്തൻ്റെ ഇല എടുത്തിട്ട് കർക്കിടക മത്തൻ്റെ ഇല താളിപ്പും കൈപ്പയ്ക്കപ്പേരി ഉണ്ടാക്കണം കേട്ടോ. ചോറ് പിന്നെ രാവിലെ വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ട്. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്ന് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ നല്ല ദോശയും ചട്ടനിയും. അല്ലെങ്കിലല്ലേ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ചിലതിന് ടേസ്റ്റ് കമ്മിയായിട്ട് തോന്നില്ലേ. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അയ്യോ എന്തോ ഒരു ടേസ്റ്റ് ആവുന്നു. ഏട്ടന് രണ്ടാമത്തെ അനിയൻ പറയണേ അത് നിങ്ങൾ ചൂടോടെ കഴിച്ചു നോക്കിയേക്കാം, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. ദോശ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇത്ര ടേസ്റ്റുകൾ, അത് നിങ്ങൾ ചൂടോടെ കഴിച്ചു നോക്ക്. അത് ശരിക്കും ഞാൻ ചെയ്യാറില്ല കേട്ടോ. നമുക്കിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നമുക്കങ്ങനെ ഇല്ലേ ചിലപ്പോൾ ചൂടോടെ ഒന്നൊക്കെ കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഈ വെള്ളം കുടിച്ച പറ്റില്ല. ഇന്നിപ്പോൾ പറയുന്നിട്ടില്ലേ കറണ്ട് രാവിലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേടിയുണ്ടായിരുന്നു എന്താ ചെയ്യുക, ദോശമാവ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ അനിയൻ പറയണേ 4 പാക്കറ്റ് മാവ് വാങ്ങിയത്. ഞാൻ പറഞ്ഞു 4 പാക്കറ്റ് മാവ് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ എവിടെ തികയണത്, നമ്മൾ എന്താ എല്ലാവരും ഇവിടെ കുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ. അപ്പം മാവ് വാങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. അപ്പോഴേക്കും എന്താ കറണ്ട് വന്നു. ഇന്നലെ രാത്രി ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു കേട്ടോ. രാവിലെ നോക്കുമ്പോൾ നല്ല പുറത്തൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ക്രിയ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. മഴ പെയ്തിട്ടില്ല ചേട്ടാ, നല്ല മഴ നല്ല ഇരുട്ട് കുത്തി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ഛൻ. ഞാനാണ് എന്താ ഇതെടുക്കണത് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ. എന്താ ചെയ്യണ നമ്മുടെ അച്ഛനൊരു അയ്യപ്പൻ വിളക്കുകാരനായിരുന്നേ, കലാകാരല്ലേട്ടാ. കുറച്ച് പൊന്തിച്ച് പിടിക്കോ? ആദ്യത്തെ തുടക്കട്ടെ. നീ എണ്ണയിലപ്പം ഉണ്ടാക്കാൻ നോക്കണ്ടേ? എണ്ണയിലപ്പം ഉണ്ടാക്കണം. എന്താ ഉള്ളി നേരേക്ക് വെക്കണം.
പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഉള്ളി, ചിക്കൻ, തക്കാളി ഇല്ലേ? താഴത്ത് പറഞ്ഞ എവിടെ നിലത്തോ? അച്ഛനെ ഒന്ന് കാണിക്കട്ടെ. നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വെക്കണം. അച്ഛൻ്റെ നല്ല ഇതിങ്ങനെ അച്ഛൻ ചെരിഞ്ഞ് നിൽക്കണ ഒരു രീതിയിലുള്ള ഫോട്ടോയല്ലേ, അല്ലാത്തൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് വെക്കാന്ന് വിചാരിച്ചിട്ട്. ഇന്ന് രാവിലെ വാങ്ങിയ മാലയാണ് അത്, കണ്ട. ഏട്ടന് ഇഷ്ടമായിട്ട് വാങ്ങിയത് അത്. ഞാനില്ലേ ഒരു ലൈറ്റ് നീല പോലത്തെ കളർ ഉണ്ടായിരുന്നേ, അപ്പം അതെടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഏട്ടനത് വേണ്ട അത്രേ. പോരെ, നന്നായിട്ടില്ലേ? ഓ എവിടെ? എന്താ ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സുഖന്യ നീ. എന്താ സംഭവം? അതെന്താ സംഭവം എന്നറിയോ? അത് നമ്മുടെ ചുമരില് ചളി വന്നാൽ തുടയ്ക്കണത്. അത് പെയിന്റ് പണിക്കാർ വന്നപ്പോഴല്ല, അത് അതിന് വേണ്ടി വാങ്ങിയതാ. അല്ല, പെയിന്റ് പണിക്കാർ പറഞ്ഞു എന്താ പെയിന്റ് തുടച്ച് കളയാൻ പറ്റും ഈ തുണിയും കൊണ്ട്. കരിമഷിയൊന്നും പോവില്ല കേട്ടോ, കുട്ടികൾ കുത്തി പറഞ്ഞതും പോവില്ല. ഇത് പ്രത്യേക തുണി നല്ല സുന്യെ. അത് വൃത്തിയുള്ളൊരു തുണിന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആ തുണി കൊണ്ട് പോയ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞ് ചളി പോകുന്നല്ല. അത് വിചാരിച്ച് തുടക്കണ്ട. മഴ മൂടി അപ്പുറത്തെ പെയ്യട്ടെ കേട്ടോ, തീരെ വെള്ളല്ല എവിടെയും. വെള്ളത്തിന് പ്രാവശ്യം മെനയിലും മെനയുന്നു. എനിക്ക് എന്താ ഭാരതപ്പുഴ കണ്ടപ്പോൾ സങ്കടം വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്തൊക്കെ പേടിച്ചിട്ട് കുളിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ പോണ സമയത്ത് ഒരാളുടെ കൈ പിടിച്ചിട്ടാണ് ഒരാൾ മുങ്ങിയിരുന്നത്. സൈഡിൽ കൂടെ ഒലിവേ വെള്ളം കൂടിയിട്ടേ താഴത്തേക്ക് നോക്കി പിടിച്ചിരുന്നില്ല, തട്ടിക്കൊണ്ട് പോകും. അത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. അതിനെ കഴിഞ്ഞ 2 വർഷം മുമ്പേ നമ്മള് പോണ സമയത്ത് മുങ്ങി കയ്യിലേ പിടിച്ചിട്ട് പിന്നെന്താ മഴ കണ്ട, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമ്മുടെ ഇവിടെ കലശം കഴിക്കുന്ന സമയത്ത് കേട്ടോ. എന്തെന്നറിയോ, നല്ല മഴയായിരിക്കും. കറണ്ട് പോയാൽ കിട്ടിയതിന്റെ ഭാഗ്യം. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എണ്ണയിലപ്പത്തിന് അരച്ച് വെക്കാനേ. ഇനി അരക്കാണ്ടല്ലേ? അയ്യോ, അത് മിക്സിയിൽ അരക്കാനുള്ളത്. കറണ്ട് പോകാതെ കിട്ടിയാൽ മതി. തേങ്ങ അരച്ച് വെക്കണം ചിക്കൻ കറിക്ക്. കറണ്ട് പോയാൽ എല്ലാ പരിപാടിയും നിൽക്കും. കറണ്ട് പോയാൽ മൊത്തത്തിൽ പണി വന്നു. കറണ്ട് പോയാൽ മൊത്തത്തിൽ നല്ല മഴയാണ് കേട്ടോ. ഇത് കൂടെ കണ്ട, ഇപ്പോഴാണ് കർക്കിടക മാസം വന്നെന്ന് തോന്നണത് അല്ലേ? കാറ്റ് വീശുന്നുണ്ടോ? ഒന്ന് നല്ല മഴയുണ്ടോ? അതന്നെ പറയുന്നതേ. ഇതാ ഈ വൈലറ്റ് കളറുള്ള പൂവ് കണ്ടോ? ഇതിനെ നമ്മുടെ ഇവിടെ കാക്കപ്പൂവ് എന്നാണ് കേട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരാണ് പറയാ? കണ്ടോ നിൽക്കുന്നത്? ഇതാ തുള്ളിക്ക് ഒരു കുടം പറഞ്ഞ പോലെ വെള്ളം വീഴുന്നുണ്ട്, കണ്ടില്ലേ?
നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ അച്ഛനുണ്ട് കേട്ടോ. ഒരു ചാത്തപ്പനെയും പിടിച്ച് നിൽക്കണ അച്ഛൻ്റെ വീഡിയോസ്, അതേപോലെ കർക്കിടക മാസത്തിൽ പത്തൽ. പിന്നെ അച്ഛനെ കാണാത്തവർക്ക് വേണമെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്ന വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അച്ഛൻ പത്തലയുടെ വീഡിയോയിലൊക്കെ അച്ഛനുണ്ട്. അതിന്റെ മുമ്പത്തെ വീഡിയോസുകൾ കൂടെ ഒക്കെ അച്ഛനുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യുമ്പോൾ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ എല്ലാവരും അച്ഛൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ കാണാം കേട്ടോ.